ചെയ്യാനോ? ഡയറാണോ? ഡയറെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡയർ വരെ നമുക്ക് നോക്കാം. വണ്ടി പോയി. ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു ഗൈസ്, ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു. സെന്ററിലാണോ? സെന്ററിൽ ടാപ്പ് ചെയ്യും. പ്ലാറ്റ്ഫോം 9. നമുക്ക് ഏതാണോ കിട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യും. അടിപൊളി. അവിടെ എന്തെങ്കിലും അയ്യോ വണ്ടി എടുത്തു. സൂപ്പർ ചേട്ടാ, ഞങ്ങളുണ്ട് ചേട്ടാ, ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയി. ഹലോ ഹലോ ഒരുമിച്ചല്ലോ പറയണ്ടോ? ഇല്ല. 1 2 3 സ്റ്റാർട്ട്. ഹലോ. ഇന്ന് ഭയങ്കര സെറ്റപ്പ് ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. കാരണം ഞാൻ രാവിലെ ഒക്കെ പോണ ടൈമിൽ ഭയങ്കര തണുപ്പ് വന്നിട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് വിന്ററിലേക്ക് വരുവാണ്. അപ്പോൾ എനിക്ക് 2-3 ഡ്രസ്സ് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് എനിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ്, വലിയ തണുപ്പില്ല, ചൂടൊട്ടും തന്നെ ഇല്ല. പക്ഷെ ഉണ്ടോ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നോക്ക്, ഹായ്, കാറ്റത്തൊക്കെ പാട്ട് പറക്കണതാണ്, എന്ത് രസമാണ്. അപ്പോൾ നമ്മളിന്ന് പ്ലാനിങ് ഒന്നുമില്ല, വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളിതുവരെ കറങ്ങാൻ വന്നിട്ടില്ല. ഇത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ ഒന്നും നടക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ട്രാമിൽ പോകുമ്പോൾ കണ്ട ഒരു പരിചയമുള്ളൂ. അപ്പോൾ നമ്മളിതോ കണ്ടോ, ഹായ്, എന്ത് രസമാണ്, വെറുതെ ഇന്ന് കാണാൻ നിൽക്കുക. വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതോ അത് കണ്ടോ, അതാണ് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി. എനിക്ക് ഡ്യൂസ്ബർഗ് എസ് എൻ 2 യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ക്യാമ്പസ് 2 സ്ഥലത്തായിട്ട് വരുന്നുണ്ട്, ഡ്യൂസ്ബർഗിലും എസ് എല്ലിലും. ഇത് എസ് എൻ ആണ്. എസ് എല്ലിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ആ കാണുന്നത്. ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ. ഇത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ക്യാമറാമാൻ ബേസിൽ. എൻ്റെ കൈ വേനൊക്കെ പിടിച്ച് യൂണിവേഴ്സിറ്റി ശരിക്കും കാണിച്ചെടുക്കട്ടെ. വേണ്ട, ഞാനും എൻ്റെ യൂണിവേഴ്സിറ്റിയും കേട്ടോ. എന്താ എഴുതിയേക്കണ ഇവിടെ? എന്തോ കണ്ടായിരുന്നു, റൂട്ട് ടെക് ക്യാമ്പസ് എസ് എൻ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നമുക്ക് നേരെ HBF പോവാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറഞ്ഞുതരാം. ട്രാം പോകത്തില്ല. ഓക്കെ, HBF പോയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമുക്കത് നിനക്ക് പറയാം, ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ചെയ്യാനോ? ഡയറാണോ? ഡയറെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഡയർ വരെ നമുക്ക് നോക്കാം. ആദ്യം HBF പോയിട്ട് നമുക്ക് കാര്യം പറയാം. എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, നടപ്പല്ലേ. പോർഷയുടെ കമ്പനി ഇത് ചെയ്തു. സ്റ്റുഡൻസ് ആ വയസ്സായ 2 പേരെ കണ്ടിട്ടാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. പ്രായം പഠിക്കാൻ പ്രായമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും പ്രായത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അവർ സ്റ്റുഡൻസ് ആണെന്ന്. പട്ടണത്തിൽ സുന്ദരനിലും ദിലീപ് വരെ പഠിച്ചിരിക്കുന്നു. പട്ടണത്തിൽ സുന്ദരനിലെ ദിലീപ് പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ നമ്മൾക്കിപ്പോ പഠിപ്പിക്കാൻ കയറായിരുന്നു. നിന്നെ ഫോക്കസിൽ നമുക്ക് നേരെ HBF പോയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു. പെട്ടെന്നൊന്നും വരില്ല. അയ്യോ, ഇവിടെ കയറി നേരെ HBF പോകും. 2-3 സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് HBF ആണ്. 3 HBF ആണ്. HBF എത്തി. ഞാൻ പറഞ്ഞുതരാം. പറ, എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ മൊത്തം ഉണ്ടല്ലോ 22 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ സ്പിൻ വീൽ ഇങ്ങനെ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നീ ഇതിന്റെ അകത്ത് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ ഏത് പ്ലാറ്റ്ഫോം നമ്പർ ആണ് കിട്ടുന്നത്, നമ്മൾ ആ പ്ലാറ്റ്ഫോം നമ്പറിൽ കിടക്കുന്ന ട്രെയിനിൽ കയറിയിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ട്രെയിൻ കിടക്കണമെന്നില്ലല്ലോ, ട്രെയിൻ കിടക്കും. ട്രെയിനില്ലെങ്കിൽ നമ്മൾ അടുത്ത ട്രെയിൻ വരുന്നവരെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോം നോക്കും സ്പിൻ ചെയ്ത്. അപ്പോ നമ്മൾക്ക് പറ്റണ, അതായത് സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ടല്ലാത്ത ട്രെയിൻ ട്രെയിനിൽ മാത്രം കയറിയാൽ മതി. ICയും ഫ്ലിറ്റ് ട്രെയിനൊന്നും വേണ്ട, ലോക്കൽ ട്രെയിൻസിൽ മാത്രം നമുക്ക് കയറി മതി. സെന്ററിലാണോ? സെന്ററിൽ ടാപ്പ് ചെയ്യും. എന്നിട്ട് ഒന്നോടെ ചെയ്യണോ? വേണ്ട, ഏത് പ്ലാറ്റ്ഫോം തന്നെ നോക്കട്ടെ. പ്ലാറ്റ്ഫോം 9. ഓക്കേ, 9 നമ്മൾ ഏതാണോ നോക്കണത്. അങ്ങോട്ടാ ഇതാടാ 9.
നയനിൽ നമുക്ക് ഏതാണോ കിട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യും. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ മഴ പെയ്യായിരിക്കും, കോടയൊന്നും നിർത്താം. അയ്യോ മറന്നു പോയിക്കാരല്ലേ, നമ്മളെ ഇങ്ങനത്തെ പ്ലാനറ്റ് ഇറങ്ങിയതല്ലോ. എടാ നയന എവിടെയാടാ? ആ എടാ അവിടെ ഓൾറെഡി ഓർണം കിടക്കണ്ടേ. അതെങ്ങോട്ടെ? അതെങ്ങോടാ? അതെവിടെ സ്ഥലം? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അടിപൊളി. അവിടെ എന്തെങ്കിലും അയ്യോ വണ്ടി എടുത്തു ചേട്ടാ, ഞങ്ങളുണ്ട് ചേട്ടാ, ഞങ്ങൾ എങ്ങനെ കൊണ്ടു. അയ്യോ നിക്ക്, ഇനി അടുത്ത വണ്ടി ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണേ. ഗൈസ് വണ്ടി പോയി ഗൈസ്, ഞങ്ങൾ വന്നപ്പോഴത്തേനും. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ അടുത്ത ഏതാ വണ്ടി നോക്കിയിട്ട് നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്പിൻ ചെയ്യും. ഓഹോ ഷിറ്റ്, ഇതേ ബോർഡിൽ ഒന്നും ഇല്ലാണ്ടോ ഇപ്പൊ ഇത്ര നേരം എസ്റ്റ് കാണിച്ചോണ്ടിരുന്നത്. നമ്മളൊരു 2 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി പോയായിരുന്നു അല്ലേ. 9th ഒരുപാട് ട്രെയിനുകൾ വരില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ആരും ഇല്ല, അവരൊക്കെ അവര് 7ലേക്കുള്ളവരും ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ്. ഈ ഒരു 9th പ്ലാറ്റ്ഫോം മാത്രം ഇവരിങ്ങനെ സെപ്പറേറ്റ് കൊടുത്തേക്കാണല്ലേ. എവിടെയാ? അതായത് ട്രെയിൻ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആയിട്ട് കിടക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അറിയണത് അപ്ഡേഷൻ ഒന്നും വന്നല്ല. എനിക്ക് തോന്നുന്നു ഇനി 9th കുറെ നേരത്തേക്ക് ഉണ്ടാവില്ല എന്ന്. വേറെ എടുത്താലോ, സ്പിൻ ചെയ്താലോ? ഇത്തവണ നീ സ്പിൻ ചെയ്തോ, എന്റെ ഓപ്ഷൻ തീർന്നില്ലേ. ഇത്ര മിനിറ്റ് ഞാൻ ഫോക്കസ് ചെയ്യട്ടെ. പറ്റി 14 എവിടെയാടാ? 1 to 12 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 21+22 ആണ് കിടക്കുന്നത്. എന്നൊരു കാര്യം ചെയ്യും, ഒന്നോടെ സ്പിൻ ചെയ്യും. എന്റെ ഓപ്ഷനിൽ 14 ആയിരുന്നു. നിനക്ക് പ്ലാറ്റ്ഫോമേ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങോട്ടാ 11 കൂടെ നമ്മൾ 11 നോക്കി നടക്കണം. 11 എത്തി ഗൈസ്. 2:06 നമുക്ക് ഹാറ്റിങ്ങൻ മിറ്റയിലോട്ട് പോവാം. ഹാറ്റിങ്ങൻ മിറ്റ് അതെവിടെയാ? അടുത്താന്ന് തോന്നുന്നു. 9 വന്നത് എവിടെയായിരുന്നു? എവിടെ കണ്ടോ ആ ബോർഡിൽ ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല. മടുത്തോടി. ആ ട്രൈപോഡ് ഞാൻ മേടിച്ചു തരാം. ഒരു 10 വീഡിയോ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഗിംബിൽ വാങ്ങിക്കാം. ഇതൊക്കെ ഇതല്ലേ. 9 ട്രെയിൻ ഉണ്ടായിരുന്നില്ല, പിന്നെ 14 പ്ലാറ്റ്ഫോമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ 11 നമ്മള് പോകും. 11 ഹാറ്റിങ്ങൻ മിറ്റയിലോട്ട് നമ്മള് പോകും. നമുക്ക് ആറേയും S1 അല്ലാണ്ട് വേറെ ഏതാ കേറാൻ പറ്റുന്നത്? S1 കേറാൻ പറ്റുന്നത് RE1 S1 കേറാൻ പറ്റുന്നതോ കേറാൻ പറ്റാത്തോ പറഞ്ഞുതരാ. കേറാൻ പറ്റാത്ത നമുക്ക് IC കയറാൻ പറ്റില്ല, ICE കയറാൻ പറ്റില്ല. ഫ്ലിക്സ് ട്രെയിൻ നമ്മുടെ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ട് കയറാൻ പറ്റത്തില്ല, അതൊരു ഗ്രീൻ കളർ. പിന്നെ കുറച്ച് നാഷണൽ യൂറോ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടുതലിവിടെ വരുന്ന SC RE RB ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആറിബാനൊന്നല്ല, നമുക്ക് നമ്മുടെ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ട് ഡോച്ച്ലാൻഡിൽ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. പക്ഷെ IC പിന്നെ ഇവൻ പറഞ്ഞ ആ സംഭവങ്ങൾ അത് നമുക്ക് പറ്റും. നമുക്കപ്പോൾ ഇവിടെ ഈ 12 കഴിഞ്ഞിട്ട് 20 വരെ ഇല്ലാത്ത എന്താ, പിന്നെ എക്സ്ട്രാ 21, 22 എന്താ? അതായത് ഇത് HBF മെയിൻ ആയിട്ട് 1 to 12 ആണ് കിടക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് മാറിയിട്ട് വേറെ ലൊക്കേഷനിൽ 13 to 20 ബേ പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞ് അത് കിടക്കുന്നുണ്ട്. അതെവിടെ? അത് കുറച്ച് അപ്പുറത്തേക്ക് മാറിയാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോ 1 to 12 ഇവിടെ കാണുന്നത്. നീ എവിടെ നോക്കി? ChatGPT ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ട്രെയിൻ വരുമ്പോഴേ ചാടിക്കറി സീറ്റ് പിടിക്കണം കേട്ടാ. ഓക്കെ വരുന്നു നമ്മുടെ S3. S ബാൻഡ് S3.
ഹാറ്റിങ്ങൻ മിറ്റേ കേട്ടല്ല ഗൈസ്. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല ഗൈസ്. നിൽക്കണ്ട സൈലൻസ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് നിന്നോണ്ടിരിക്കാനുള്ള തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലല്ലോ ഗൈസ്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ വീഡിയോയിൽ എടുത്തതല്ലേ. ഞാൻ എപ്പോ പുഴ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ മരങ്ങൾ വരും. ഇതെന്ത് കഷ്ടമായത്. വന്ന് നിൽക്കുന്ന നിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്യാമറമാൻ ആയിട്ടാണ്. അപ്പൊ നീ ആയിരുന്നു ക്യാമറ പിടിക്കുന്നത്. ഇതിപ്പോ ഇറങ്ങിയപ്പോ തൊട്ട് പിടിക്കുന്നത് ഞാനാണ്. എന്റെ ഫേസിന്റെ ഇച്ചിരി പോകുന്ന സ്ഥലത്ത് കാണും. ഒന്നേ കണ്ണിങ്ങോടെ ഇനി മോന്റെ ഒരു സൈഡിൽ പറ്റില്ല. നിന്നെ നല്ല ലുക്കായിട്ട് കിട്ടുകയും ചെയ്യണം. എനിക്കത്ര ലുക്കൊന്നുമില്ല കേട്ടോ. ലുക്കായിട്ട് കിട്ടുന്നു ഉണ്ടെങ്കിലല്ലേ ലുക്കായിട്ട് കിട്ടുള്ളൂ. ഇല്ലല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഉള്ളത് ലുക്കായിട്ട് കിട്ടും. എന്നെ ഒന്നും കിട്ടുന്നില്ല. കഷ്ടം. ഇനി തൊട്ട് ഫുള്ള് ഞാൻ പഠിക്കട്ടോ. നമ്മൾ ഹാറ്റിങ്ങൻ മിറ്റേ എത്തിയിരിക്കുന്നു. ഭയങ്കര സൈലന്റ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ മിണ്ടത്തില്ല. ഇതാണോ ഇതിന്റെ എൻഡ്? ശരിയാണല്ലോ, നമ്മൾ എൻഡിലാണോ വന്നിങ്ങനെ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനമില്ലാണ്ട് ഇറങ്ങി പോകുന്നത്. എക്സസൈസിന്റെ ഭാഗമായി നമ്മൾ എസ്കലേറ്റ്. അങ്ങനെ ഹാറ്റിങ്ങൻ മിറ്റയിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മള് നമ്മളിങ്ങനെ ഹാറ്റിങ്ങൻ മിറ്റയിലെത്തി. ചെറിയൊരു സ്ഥല. ഞാൻ ഇൻട്രോവേർട്ട്. വെൽക്കം ടു ഹാറ്റിങ്ങൻ മിറ്റേ. ഞാനൊന്നുമില്ല കേട്ടോ ഈ വീട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നോക്കട്ടെ ഹാറ്റിങ്ങൻ മിറ്റയിൽ എന്തൊരു സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ടേക്കാണോ പോകുന്നേ? ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ലായിരുന്നല്ലേ. ഇതിണ്ട്. ഇത് നമുക്ക് സെന്റർ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനത്തെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ലേക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് അടുത്തുള്ള മറ്റൊരു ലേക്കിലല്ല, ലേക്കിൽ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ പോവാം. ഇവിടെ നമ്മുടെ ആ ബിൽഡിംഗ് ഉള്ള സ്ഥലത്ത് പോവാം. ഓക്കെ, കം ഓൺ. ലൊക്കേഷൻ കേട്ടോ. യെസ്. എത്ര മിനിറ്റ് നടക്കാൻ? 10 മിനിറ്റ് നടക്കാൻ. ലെറ്റ്സ് ഗോ. കം ഓൺ, ലെറ്റ്സ് ഗോ. കം ഓൺ, കം ഓൺ. എങ്ങോട്ടേക്കാ ഓടുന്നെ? എവിടെ പോവാ? ഓക്കെ, ഗോ. യെസ്. ചാടി കയറോ? നീ ചാടി കയറിക്കോ, ഞാൻ ഇതിക്കടെ വരാം. ഇത് ഓഫാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, ഓണാർന്നു. ദൈവമേ, ഇപ്പൊ ഞാൻ തെന്നടിച്ച് വീണേ. ഇതെങ്ങോട്ടാണെന്നറിയോ? ഈ ഓവർ ബ്രിഡ്ജ്. ഇത് മോളിന്റെ അകത്തേക്കാണ്. നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറിയിരിക്കുന്നത് ഗൈസ്. ഓവർ ബ്രിഡ്ജ്. ഹായ്, എന്ത് രസം. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നനയും. കാരണം നമ്മുടെ കയ്യിൽ നമ്പറിലില്ല. രണ്ട് അമ്മൂമ്മമാരും ഓടുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കൊള്ളാട്ടോ ഈ സ്റ്റേഷൻ. കാരണം ഇതിന്റെ തൊട്ട് താഴെ തന്നെ ട്രെയിന്, ഇവിടെ ട്രാം, ദാ അവിടെ ബസ്. 3 ഒരേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. നല്ല രസമുണ്ടല്ലോ ഇത്. ഹിസ്റ്റോറിഷേ ആൽസ്റ്റാറ്റ്. ഓക്കെ, അവിടെ പോവാ. അവിടെയാണ് പോണ്ടേ. ഇതിന്റെ ഹിസ്റ്ററി ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. യെസ്. എന്റെ പൊന്നു. ഡോയ്ഷെ ഫ്രൗ. ഡോയ്ഷെ മേക്സൺ. Yes. True. മാവുകൾ. അപ്പോഴത്തേക്ക് എന്നാന്നറിയോ? മെഡിക്കൽ ഷോപ്പ്.
സീൻ തന്നെ കേട്ടോ. എന്താ ചെയ്യാനാ? ഓക്കെ, ഞാൻ ചോദിക്കാം. ഗ്രോസെ വൈസ്ട്രാസെ ഹിസ്റ്റോറിഷെ ആൽസ്റ്റാറ്റ്. എന്താണ് ഹിസ്റ്റോറിഷെ ആൽസ്റ്റാറ്റ്? എന്ത് രസമാണൊക്കെ. ഇല്ല, ഒയ്യോ അടിപൊളി കേട്ടോ, എനിക്കിഷ്ടായി. ഈ വഴികള് കാണാൻ നല്ല രസമല്ലേ? അതും ഒരു നാരോ പോലെ. പള്ളി, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ വിൻഡോസാ. നീ ഉണ്ടോ? ശ്രദ്ധിച്ചോ? ആ വിൻഡോ ശ്രദ്ധിച്ചോ നീ? അതായത് കുഞ്ഞു കളങ്കളം പോലെ. അതായത് നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ഈ വീടിന്റെ ഒക്കെ പടം വരയ്ക്കില്ലായിരുന്നോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? അന്നേരം നമ്മളെങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു കോൺ വരച്ചിടും, അത് കഴിഞ്ഞിട്ട് ചുമ്മാ കളങ്കളം പോലെ വരച്ചിടും. ആ ഒരു സെറ്റപ്പിലുള്ള വിൻഡോസ് അല്ലേ? അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന്, വീക്ക് ഡേ ആയിട്ട് പോലും. പള്ളി പിന്നെ എവിടെയും കാണാം. ഇതൊക്കെ ചുമ്മാ വരച്ചു വെച്ചേക്കണോ അല്ലേ? അണ്ട് ചുമ്മാ കൈ കൊണ്ട് ചുമ്മാ പെയിന്റ് അടിച്ച് വരച്ചു വെച്ചേക്കണല്ലേ? ഉണ്ട്. ഏത് മുകളിലത്തെയാ? ആ ഗോപുരം മാത്രല്ല, ഈ നിക്കണ ഈ ബിൽഡിങ്ങും വളഞ്ഞായിരിക്കുന്നത്, ചെരിഞ്ഞായിരിക്കുന്നത്. ഓൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചെരിഞ്ഞു പോയതല്ല, അത് അവരെങ്ങനെ പണിത് വെച്ചേക്കണതാ. ഇതെന്നാ അത്? ത്രാസോ? ത്രാസ്. ഇവിടെ ഒരു മനുഷ്യൻ നിക്കുന്നുണ്ടല്ലോ, അയൺമാനാണോ? നവംബർ 2005 മാത്രം മനസ്സിലായി. നവംബർ 2005 ഒരു 20th ആനിവേഴ്സറി ആയിരുന്നു. ആരുടെ? ഇതിന്റെ ഈ കൾച്ചറൽ ഇനീഷ്യേറ്റീവ് ഹാറ്റിംഗ് ആൻഡ് റോം അവരൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. ആർക്ക്? ഇതോ? ഈ അയൺമാനെയോ? ഐസൻമാൻ എന്ന് പറഞ്ഞ എന്താ? ഐസ്മാനാ? ഇതിന്റെ അകത്തേക്കും ഉണ്ട് കേട്ടോ. ആ, ഇതിങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നത് അത് വുഡാണ് കേട്ടോ. ആ, അത് അങ്ങനെ കൊടുത്തിരിക്കുന്ന വുഡാണ്. വുഡില് പെയിന്റ് കൊടുത്തേക്കുന്നു. പക്ഷെ ആ വുഡ് ഒന്നും ഒരു പെർഫെക്ഷൻ അല്ല, പക്ഷെ അത് കാണാൻ ഓവറോൾ കാണാൻ നല്ലൊരു ഭംഗി അല്ലേ? ഇതോ? ഈ ഒരു ബിൽഡിംഗ് മാത്രം അതോ അതിന്റെ ഉള്ളിലേക്കോ? ടൗൺ ഹാളോ? പക്ഷെ ഇതൊക്കെ പൂട്ടിയിട്ടേക്കോ കേട്ടോ. ഉണ്ടോ? പൂട്ടിയിട്ടേക്ക്. ഇവിടെ എന്തോ ഉണ്ട്. കേക്കോ? ഇത് ഒറിജിനലാ? വിൽക്കാൻ വെച്ചേക്കണേണോ? ആണോ? വിൽക്കാൻ വെച്ചേക്കണേ? പക്ഷെ ഇവിടെ ആളെ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചേക്കണേയാണോ? എനിക്ക് തോന്നുന്നു ചുമ്മാ ഷോക്ക് വെച്ചേക്കണേയായിരിക്കും കേട്ടോ. ഇത് മറ്റേ നമ്മള് മറ്റേ പാടത്ത് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ചവിട്ടി വിടുന്ന സാധനം ഉണ്ടായിരുന്നില്ലേ പണ്ട്? ആ, അത് തന്നെയാണ്. നോക്കി കണ്ടോ? അയ്യോ, ഇതെന്താ ആരോ വഴിയാന്ന് നോക്കി. ഇതിന് ഹൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ, റെസിഡൻഷ്യൽ പോലെയുണ്ട്. അതിന്റെ മുകളിലാണ് കയറി നിന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ കല്ലറകളായിരിക്കും. പള്ളിയല്ലേ? ആയിരിക്കും. നല്ല വലിയ ആൾക്കാരായിരിക്കും. അവിടെ ചവിട്ടണ്ട കേട്ടോ, ഇങ്ങോട്ട് പറയും. നല്ല സീൻ തന്നെ കേട്ടോ. രാജകീയ പ്രൗഢി. രാജാക്കന്മാരുടെ ഗാർഡൻസിൽ ഉണ്ടാവൂല്ലോ ഇങ്ങനത്തെ വെച്ച്. അതെ, തയ്യൽ മെഷീൻ വരെ ഉണ്ട് നമ്മുടെ നാട്ടില്.
പണ്ടത്തെ പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള ടൈലറിന്റെ ആയിരിക്കും. ഇവിടെ ഇങ്ങനത്തെ തയ്യൽ മെഷീൻ ആണല്ലേ. പിന്നെ തയ്യൽ മെഷീൻ പിന്നെ എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധനങ്ങൾ തന്നെ. ഞാൻ യൂറോപ്പ് ആകുമ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂലോ. പിന്നല്ലേ അത് തന്നെ അതേ നോക്കി മറ്റേ സാധനമൊക്കെ എടുക്കണേ. അടിപൊളി. ചിലപ്പോ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തായിരിക്കും ഇങ്ങോട്ട് പണ്ട്. പള്ളി ഇതൊക്കെ ഓരോരോ ബിൽഡിങ്സ് ആണ്. എടി ഇവിടൊക്കെ താമസിക്കുന്നതാണ്. അത് പ്രിവാറ്റ് എന്നിട്ടുണ്ട്. ഒരു ചിലപ്പോ സമ്മർ അല്ലെങ്കിൽ അങ്ങനത്തെ മെയിൻ ചിലപ്പോ മെയിനായിട്ട് വേറെ റൂം ഉണ്ടാവും, വീടുണ്ടാവും. അതിന്റെ പകരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കാറ്റ് വീശുമ്പോ കാറ്റ് വീശിയോ എന്തേ ഓ സീനല്ലേ. പഴയ ബിൽഡിങ്ങിന്റെ ഇതാട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നമ്മള് വന്ന വഴിക്കടെ തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. പക്ഷെ എല്ലാം വ്യത്യസ്തമായിട്ട് തോന്നുന്നല്ലേ. മനസ്സിലാവില്ല, തിരിച്ചു പോകുന്ന വഴി അറിയത്തില്ല. സീൻ സ്ഥലം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികൾ കേട്ടോ. എനിക്ക് ഇതൊരു ബൗണ്ടറി പോലെ. ബൗണ്ടറിന്ന് നമ്മളിങ്ങനെ പള്ളിയിലേക്ക് കേറുന്നു അല്ലേ. രസാ. ഇതിന്റെ സ്ട്രക്ചർ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. വഴി തെറ്റി പോകുന്ന എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ മുകളിലൊക്കെ താമസം ഉണ്ട് കേട്ടോടാ. എന്ത് രസമായിരിക്കും ഇവർക്ക് ഈ ഈവനിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ നടക്കാൻ എന്തോ ഒരു സ്ഥലമാല്ലേ. നൈറ്റ് അടിപൊളിയായിരിക്കുമല്ലേ അപ്പൊ. ഈ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഉണ്ടല്ലോ. അപ്പൊ ഫുൾ ഓൺ ആയിരിക്കും ഇവിടെ. ഇത് നോക്കിക്കേ, ഇത് വുഡിലാ നിർത്തിയേക്കുന്നേ അല്ലേ. അപ്പൊ പണ്ട് ഈ ബിൽഡിങ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാ ശരി കേട്ടോ. വുഡിലാണ് ഇവര് കൺസ്ട്രക്ഷൻ ഫുള്ള് പൊക്കി കെട്ടിയേക്കണേ. ഒരുപാട് ഹൈറ്റ് ഇല്ല, പക്ഷെ അതിന്റെ ഒരു ഇംപെർഫെക്ഷൻ പോലെ. അത് ഇനി അതിന്റെ ഡിസൈൻ ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ബിൽഡിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെരിഞ്ഞിട്ടൊക്കെ അല്ലേ. ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒച്ച, എനിക്ക് എക്കോ പോലെ വരണമല്ലോ തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കേട്ടോ. നല്ല വലിയ വലിയ ഓടി കാറൊക്കെ കിടക്കുന്നത്. ഇത് ഹലോ കിർഷയിലേക്കുള്ള വഴി നമ്മൾ അവിടെ കണ്ട്. ഇത് ഇവിടെ നിന്ന് കയറാൻ തോന്നുന്നു. സെന്റ് ജോർജ് കിർഷ. അത് കുറേ തപ്പി നോക്കിയപ്പോഴും ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ ആ ചർച്ച് ആർട്ട് എക്സിബിഷൻ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇങ്ങനെ ചെറിയ ബോബി കാഴ്സും കാര്യങ്ങളും അങ്ങനെ കൊണ്ടുവരുന്നു. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ പൊട്ടത്തരാണെങ്കിൽ പറഞ്ഞടി. അറിയില്ല, അറിയരുത്. യുദ്ധം എവിടെ യുദ്ധം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. വെള്ളം ഫിൽട്ടർ ചെയ്ത് വെള്ളം ഇങ്ങനെ ചാടുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ട് ഇത് റിസംബിൾ ചെയ്യണത് പണ്ട് ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. പൊട്ടത്തരം ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ടർബൈൻ കറക്കി അങ്ങനെ ഇലക്ട്രിസിറ്റി. അവിടെ എവിടെയാണ് ഇലക്ട്രിസിറ്റിന്റെ സാമ്പിൾ മോഡലാണ്.
അടിപൊളി. മഴക്കാറുണ്ട്. മഴ പെയ്താൽ നമ്മൾ പെട്ടു. ഫ്ലൈയിങ് ദുഷ്മൻ. കൂടുതലും പള്ളിയൊക്കെയാണല്ലോ പണ്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ മിഷൻ സക്സസ് ആയിരുന്നു കേട്ടോ. സ്ഥലം കൊള്ളായിരുന്നു. സെലക്ട് ചെയ്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന സ്ഥലം. എന്ത് കളർ പറിക്കാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെ പറിക്കണ്ട കേട്ടോ. വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ. എന്നെ വെച്ചൊരു ഫോട്ടോ എടുക്കും. ഇതാകുമ്പോ പിന്നെ മുടി ഹെയർ സ്റ്റൈൽ നല്ല പക്കയായി. നല്ല ബോറാവും. എന്നാണ് ഞാൻ പിടിക്കണം. ഈ ബിൽഡിംഗ് ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഈ പള്ളി കണ്ട്, ഈ ബിൽഡിംഗ് കണ്ടു. നമ്മൾ ഇവിടുന്ന് പോകാൻ നേരത്തെ വെറുതെ നോക്കിയിട്ട് പോയി. ഇപ്പൊ നമ്മളെല്ലാം കണ്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാം. നമ്മളെന്തായാലും ഇന്ന് വന്നത് വെറുതെ ഇല്ല അല്ലേ? നിന്റെ ഐഡിയ പൊളിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച ചിലപ്പം ഒന്നെങ്കിൽ നല്ല ഡിസ്റ്റൻസിൽ പോവായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വല്ലതും പോയാലും ഇപ്പൊ എന്താ വല്ലായിട്ട് കാണാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡ്യൂസ്ബർഗ് വല്ല കിട്ടണമെങ്കിൽ ഞാൻ തീർന്നതിന് എല്ലാ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ആയി പോയില്ലേ? ഇതെങ്ങനെ നമുക്ക് അങ്ങനെ ഒത്തു കിട്ടി? ഇത് നൈസായിരുന്നു, സ്ഥലം കൊള്ളായിരുന്നു. കാരണം ഒരുപാട് തിരക്കില്ല, പിന്നെ കൊറേ പഴയ ബിൽഡിങ്സ്, പിന്നെ 2-3 സ്ഥലങ്ങളെ ഉണ്ടായിരുന്നു. പോകാൻ പറ്റിയില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആടാ. ടൂറിസ്റ്റ് പ്ലേസാ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളായിട്ട്. അതുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ട്രാമോ ബസ്സോ ഒന്നും എടുത്ത് പോകണ്ടേ വന്നില്ല. ഇവിടെ തന്നെ നടന്ന് കാണാൻ പാകത്തിന് കുറെ സ്ഥലങ്ങൾ. ഹാറ്റിങ്ങൻ നോട്ട് ചെയ്ത് വെച്ചോ. ഹാറ്റിങ്ങൻ ഒരു നൈസ് പ്ലേസ് ആണ്. നല്ല രസമാണ്. പിന്നെ കുറച്ച് ലേക്കിന്റെ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ആ ലേക്കിന്റെ നമുക്ക് പോകാൻ പറ്റിയില്ല. അത് പോകുമ്പോ വീണ്ടും ലേറ്റ് ആകും. ഇതിപ്പോ നമ്മുടെ ഒരു അൺഎക്സ്പെക്ടഡ് സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തേക്കണേ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു നല്ല സ്ഥലം ഉണ്ടെന്ന്. ഇനി നമ്മൾ ലേക്ക് കാണാൻ വേണ്ടിട്ട് വേറൊരു ദിവസം വരും. അത് ഇവിടെ അടുത്തതിൽ നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ അടുത്ത നമ്പർ അടുത്തതിൽ സൂപ്പറായിട്ട് കുറച്ചുകൂടെ ലോങ് സംഭവം നോക്കി. നമ്മുടെ ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് ഇതൊക്കെ അത്ര പ്രിപ്പറേഷൻ ഒന്നുമില്ല. പ്രിപ്പറേഷൻ ഇല്ലാണ്ടൊരു പോക്കാണിത്. എന്നാലും അതെ, പക്ഷെ സെറ്റായിരുന്നു. കാരണം നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ നമ്മള് ആ പാർക്ക് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതല്ലേ എസ്എനിലുള്ള. നിങ്ങളൊക്കെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കോ. എന്തായാലും ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റുഡന്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോവാം. പിന്നെ സമയവും വേണം. വേറൊരു കാര്യം, ഇതിപ്പോ എങ്ങനെയൊക്കെ ചുമ്മാ ഒരു സമയം കിട്ടി കുറെ നാള്. പിന്നെ നമുക്ക് ഇന്ന് വലിയ പരിപാടി ഓഫായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. നോക്കി നോക്കാം. അപ്പൊ നമുക്ക് തിരിച്ച് വണ്ടി എത്തിണ്ട്. ഇവിടെ S3 മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു. എന്റേതാണ്. പരിപാടി ഹാറ്റിങ്ങൻ എന്ന് പറയുമ്പോൾ സെന്റർ ഹാറ്റിങ്ങനിലെത്തി കുറച്ച് സിറ്റി എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് എസ്എല്ലിലോട്ട്.
നമ്മൾ ഏറ്റവും ബാക്കിൽ കയറിയിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നിരുന്നു സീറ്റ് പിടിക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ ടൂർ സീറ്റിന് ട്രെയിൻ ടൂർ. പിന്നെ ഇവിടുന്ന് ഒരു തിരക്കില്ല കേട്ടോ. കാരണം അവിടുന്ന് SNE ഇങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരുപാട് സീറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. കുറേ നേരം ഇവിടെ നിർത്തിയിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം. ട്രെയിൻ ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചിടുക, ഡിലേ ആക്കുക. മഴയുള്ള സമയത്ത് നോക്കിയാൽ വേണ്ട, ട്രെയിൻ ക്യാൻസൽഡ്. ഇതിപ്പോൾ ഓൾറെഡി 20 മിനിറ്റിന് കൂടുതലായി പിടിച്ചിട്ടിരിക്കണം. ഇവിടെ നിർത്തിയിട്ടിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. കുറേ നേരമായി ഇതുവരെ എടുത്തിട്ടുമില്ല. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഇതെന്തായാലും കൂടെ പിടിച്ചിട്ടായിരുന്നു. ഇനി ഇതുപോലെ തന്നെ ഓരോ സ്റ്റേഷനിലും ഇത്ര നേരം വെച്ച് പിടിച്ചിടുമോ ദൈവമേ. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. നമ്മൾ പ്ലാനില്ലാണ്ട് അതുകൊണ്ട് വെള്ളമോ ഒന്നും തന്നെ എടുക്കുകയും ചെയ്തില്ല, മേടിക്കുകയും ചെയ്തില്ല. മേടിക്കായിരുന്നു, പിന്നെ പെട്ടെന്ന് എത്താനോ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു ഗൈസ്. ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു. കുറേ നേരം നോക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു അത് എന്തോ കംപ്ലൈൻ്റാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ പതിവാണ്. അതെ, ഏതോ ഒരു ബസ് എടുത്ത് ഇനി അടുത്ത ട്രെയിനിൽ കയറി വേണം പോകാനായിട്ട്. ബസ്സിന് ഇനി കുറേ നടക്കാനുണ്ട്. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഈ വല്യപ്പന് സൈക്കിളൊക്കെ ഉണ്ടായിട്ട് നന്നായി. സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിച്ചു പോകും. വഴി തെറ്റിപ്പോൾ കുറേ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇതേ നമ്മുടെ ബാക്കിൽ അങ്ങ് വരുന്നുണ്ട്. കാരണം നമ്മൾ കുറുക്ക് വഴി ചാടിയോണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി. അപ്പോൾ നമ്മൾ വീണ്ടും ബസ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ടിലായി. ഇനിയിപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി. വീഡിയോയ്ക്ക് ട്വിസ്റ്റ് അവിടെ നിന്ന് കിട്ടുമ്പോഴായിരുന്നു ട്വിസ്റ്റായിപ്പോയി. എനിക്ക് പേഴ്സണലി എസ്-ബാന് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ RB എന്നൊക്കെ പറഞ്ഞതും ഡിലേ ആകുമ്പോഴും ഞാൻ ഈ എസ്-ബാൻ ഡിലേ ആവണമെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടുണ്ടോ എസ്-ബാൻ ഡിലേ ആവണത്? എനിക്കങ്ങനെ വന്നിട്ടില്ല. കാരണം നീ ഇവിടെ കുറേ നാളായില്ലേ. ഞാൻ ഇത്രയും നാളായിട്ട് വന്നിട്ട് എനിക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ക്യാൻസലാക്കി കളഞ്ഞു അവർ. അത് ഒന്നും അറിയാൻ വെള്ളത്തിൽ കാട്ടിക്കൊണ്ടേ. ഇവിടെ ബസ് സ്റ്റോപ്പ് പോലും കാണുന്നില്ല. വിശന്നിട്ടാണെങ്കിൽ രക്ഷയില്ല. വണ്ടി പോയി. ഓവർ ബ്രിഡ്ജ് സ്റ്റീലെ 203. ഒരു ബസ് കിടക്കണ്ട ദൈവമേ. ആ എസിന് എങ്ങോട്ടേക്കുള്ള സാറിനുണ്ടോ? മറ്റേ കാർമേഘല്ലേ ഇത്? അത് വന്നിട്ട് ഒരു മല പോലെ നിൽക്കുന്നല്ലേ. ഒരു നമ്മുടെ ഭൂമിന്റെ ഒരു എൻഡ് പോലെ. അങ്ങനെ ബാക്ക് ടു SNHBF. നമ്മൾ തിരിച്ച് SNHBF എത്തിയിട്ടുണ്ട്. പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. വല്ലാത്തൊരു സമയമായിരുന്നു തിരിച്ചു വന്നപ്പോ. അതെ, തിരിച്ചു വരണ വഴിക്കാണ് നമുക്ക് ടിസ്റ്റ് മൊത്തം ഉണ്ടായത്. അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര രസമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വിശക്കുന്നുണ്ട്. ആകപ്പാടെ ഒരു സ്നിക്കേഴ്സിൽ കഴിച്ചിട്ട് നിൽക്കണയാണ്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതെ, വിശപ്പ് കൊണ്ടുള്ള നടത്തം കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആയപ്പത്തിന് മടുത്തു പോയത്. പിന്നെ ഒരു സ്റ്റീലയിൽ എത്തി കഴിഞ്ഞപ്പോൾ ഒരു സ്നിക്കേഴ്സ് ഒക്കെ മേടിച്ച് കഴിച്ചപ്പോഴത്തേനും ഉഷാറായി. ഇനി അപ്പോൾ ഇന്നത്തേക്കുള്ള നമ്മുടെ വീഡിയോ നമ്മളിവിടെ അടുത്തൊരു അഡ്വഞ്ചർ ആയിട്ട് അടുത്ത ദിവസം. അതെ തന്നെ.